ഹലോ കൂട്ടുകാരെ, ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ മുറ്റത്തോട്ടങ്ങ് ഇറങ്ങും കേട്ടോ. അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യും, പക്ഷേ പല ചെയ്യുന്ന പ്രവൃത്തി പലതാ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്തു. ഉച്ചയ്ക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മുറ്റത്തിറങ്ങുന്നവരൊക്കെ ഒരു കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇന്ന് ഞാൻ പോകുന്നത് മുല്ലപ്പൂ പറിക്കാനാണ്. പൂവുണ്ടെങ്കിൽ പൂ പറിക്കും. ഞങ്ങളുടെ മുറ്റത്ത് മുല്ലപ്പൂ വളരെ കുറവാണ്. ആകെ ഒരു 2-3 ദിവസം കൂടിയാണ് ഒരെണ്ണമെങ്കിലും ഉണ്ടാവുന്നത് മുല്ലപ്പൂ. ഗൈസ്, ഞാൻ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ല. ഞാൻ ആ മുല്ലപ്പൂ പറിച്ചിരുന്നു കേട്ടോ. ഒരെണ്ണം ഉള്ളായിരുന്നു, ആകെ ഒരെണ്ണം ഉള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂ പറിക്കാൻ ഇഷ്ടമാണ്, മണക്കാൻ ഇഷ്ടമാണ്. മുല്ലപ്പൂ പറിക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, മണക്കാനും ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, ഞാൻ മണത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് നോക്കിയതാണ്. ഗൈസ്, നല്ല മണമുണ്ട്, പക്ഷെ ഇച്ചിരി വെള്ളം വരുന്നു കേട്ടോ. മഴയുടെ ആയിരിക്കും. ഇന്ന് ഞാൻ പറിച്ചു. പോകുന്നത് എന്തിനാണെന്നറിയോ? ഗൈസ്, ഇത് കണ്ടോ, നമുക്ക് പോയാലോ, അകത്തോട്ടൊന്ന് കയറിയാലോ? ഓക്കെ, ഇത് കണ്ടോ, ഇച്ചിരി വെള്ളം ഉണ്ട്, അതുകൊണ്ടാണ് മേലെ വെള്ളം. ഞാൻ നിങ്ങളെ കാണിച്ച് എന്ത് കൊടുക്കാൻ നോക്കാം. ഞാൻ എടുത്തോണ്ടിരിക്കും പാട്ടിങ്ങനെ. ഓക്കെ, ഞാൻ കയറി വാതിലോർന്നു. ഞാൻ ഇങ്ങോട്ടാ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം കാണാൻ പറ്റും കേട്ടോ. ഗൈസ്, ഞാൻ എങ്ങോട്ട് പോകണമെന്നൊരു ആലോചന പോകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിൽ ഒരു വട്ടഗ്രില്ലുണ്ട്. അതിൻ്റെ പുറകിൽ കുറേ രൂപങ്ങളുണ്ട്, മാതാവുണ്ട്, ഈശോ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുറേ ദൈവങ്ങളുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യൻസാണ്. അപ്പോൾ